മകളെ +1 അലോട്ട്മെന്റിനുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയമാണ്. ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 5 പോയിന്റ് പഠിച്ചതിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങളുടെ സബ്ജക്ട് കോഡും സ്കൂൾ കോഡും അത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തത് ഓപ്ഷൻ കൊടുക്കുന്നത്, സപ്പോസ് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ഒരു സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് ട്രാൻസ്ഫറിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണെന്ന് മനസ്സിലാക്കുക. പിന്നെ മൂന്നാമത്, ഒരു ഓപ്ഷൻ മാത്രം കൊടുക്കാതിരിക്കുക. സപ്പോസ് നിങ്ങൾക്ക് ഫുൾ A+ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട്ടിന് തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ മാത്രം ഓപ്ഷൻ കൊടുക്കാതിരിക്കുക. സപ്പോസ് ആ സ്കൂളിൽ അഡ്മിഷൻ ടൈറ്റ് ആണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ വരെ നഷ്ടപ്പെട്ടേക്കാം. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബോണസ് പോയിന്റിന് വേണ്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് തെറ്റാണെന്ന് തെളിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം റിജക്ട് ചെയ്യപ്പെടും. അഞ്ചാമത്തെ പോയിന്റ്, നിങ്ങൾ ആദ്യ 10 ഓപ്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് കൊടുക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് റീച്ചബിൾ അല്ലാത്ത ഒരു സ്കൂൾ കൊടുക്കാതിരിക്കുക. അതായത് 10ൽ കൂടുതൽ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് 11ാമത്തെ ഓപ്ഷൻ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾക്ക് റീച്ചബിൾ അല്ലാത്ത ഒരു സ്കൂൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ആ സ്കൂളിൽ കിട്ടിയാൽ നിങ്ങൾ പോകാൻ നിർബന്ധിതരാകും.